ഹലോ ഗൈസ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ചമ്മനാട് എന്നൊരു കൊച്ചു സുന്ദര ഗ്രാമത്തിലേക്കാണ്. അപ്പോൾ അത് ഈ ഗ്രാമത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഭദ്രകാളി ദേവീക്ഷേത്രമാണ്. എല്ലാവർക്കും അറിയാം ചമ്മനാട് ദേവീക്ഷേത്രം. അപ്പോൾ അതേ നമുക്ക് ക്ഷേത്രത്തിലേക്ക് കടക്കാം. പിന്നെ ഈ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയും കൂടെയുണ്ട്. എൻ്റെ അച്ചാമ്മ ജനിച്ച് വളർന്ന നാടും കൂടിയാണ് ഈ ചമ്മനാട്. ദേ കണ്ടോ, എന്ത് രസമാണ് ഈ ക്ഷേത്രം കാണാനായിട്ട്. മരങ്ങളും വൃക്ഷങ്ങളോടെ ഉള്ള ഒരു അതിസുന്ദര ക്ഷേത്രമാണ്. ഇതാണ് നമ്മുടെ ചമ്മനാട് ക്ഷേത്രം. കണ്ടോ, എന്ത് രസമാണ് കാണാനായിട്ട്. പ്രകൃതി രമണീയമായ ഒരു ക്ഷേത്രമാണ്. അപ്പോൾ നമുക്കിതേ ക്ഷേത്രത്തിലേക്ക് നമുക്ക് തൊഴുതിട്ട് വരാം. അതേ നമ്മൾ ദേവിയുടെ അവിടെ അതേ തൊഴുത് കഴിഞ്ഞിട്ട് ഇതേ നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഇതേ നമ്മൾ ഇപ്പോൾ വസൂരിമാലയുടെ അവിടെ തൊഴാൻ പോകുവാണ്. കണ്ടോ ഗൈസ്, ഇവിടുത്തെ നടപ്പാത കണ്ടോ, എന്ത് രസമാണ് കാണുവാനായിട്ട്. എന്ത് രസം ഇവിടുത്തെ നടപ്പാത. അപ്പോൾ അതേ നമ്മളിതേ വസൂരിമാലയുടെ അവിടെ തൊഴാനായിട്ട് പോകുവാണ്. ഇതാണ് നമ്മുടെ വസൂരിമാല. വസൂരിമാലയുടെ അവിടെ തൊഴുത് നമ്മൾ കാണിക്കയൊക്കെ ഇട്ടു. പിന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെയിട്ട് വെളിച്ചപ്പാടിൻ്റെ ഒരു ക്ഷേത്രം കൂടിയുണ്ട്. പിന്നെ അടുത്തത് ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഫുള്ളോടെയുള്ള വ്യൂ കണ്ടോ, നല്ല സരസൗകര്യമുള്ള നല്ലൊരു ദേവീക്ഷേത്രം കൂടെയാണ്. അപ്പോൾ അതേ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതേ നമ്മളിതേ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടത്. ഇവിടെ നമ്മുടെ ഇതിൻ്റെ ഒരു കൗണ്ടർ, എനിക്ക് പേരറിയത്തില്ല. അപ്പോൾ നമുക്ക് പോകാം. ഭയങ്കര വെയിലുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് നല്ല ദേവിയുടെ അടുത്തല്ലേ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതേ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നേരെ കാണുന്ന കണ്ടു, അത് നമ്മുടെ ക്ഷേത്രക്കുളമാണ് കണ്ടോ. അതെ, നല്ല പായലോടെയൊക്കെ ഉള്ള നല്ലൊരു വലിയ ക്ഷേത്രക്കുളമാണ് കണ്ടോ. എങ്ങനെയുണ്ട് നിങ്ങൾ നോക്കിയേ, കണ്ടത് നല്ല രസമില്ലേ ക്ഷേത്രക്കുളം കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ക്ഷേത്രക്കുളമൊക്കെ കണ്ടത് നമ്മളിതേ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഫുള്ളോടെയുള്ള വ്യൂ കണ്ടോ, നല്ല രസമില്ല കാണാനായിട്ട്. അപ്പോൾ അതേ നമ്മൾ മറ്റൊരു ദേവതയുടെ അടുത്ത് തൊഴാൻ പോകുവാണ്. നമുക്ക് തൊഴുതിട്ട് കാണാം ഗൈസ്. അപ്പോൾ അതേ നമ്മളത് തൊഴാനായിട്ട് ദേ കൽപ്പടവൊക്കെ ഇറങ്ങി നമ്മളിപ്പോൾ ദേ തൊഴാനായിട്ട് വന്നേക്കുവാണ്. നമുക്കിപ്പോൾ തൊഴാം. അപ്പോൾ അതേ നമ്മൾ തൊഴുതിട്ട് ദേ അമ്പലത്തിൽ നിന്ന് ഇപ്പോൾ ദേ നമ്മൾ ഇറങ്ങിയതുണ്ട്. അതേ നമ്മൾ ഒന്നും കൂടി ഭഗവതിയെ ഒന്ന് നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഇറങ്ങുവാണ്. അപ്പോൾ ഗൈസ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിലേക്ക് വരാനുള്ള എൻട്രൻസ് കണ്ടത്. ചമ്മനാട് ഭദ്രകാളി ക്ഷേത്രം എന്നൊക്കെ എഴുതിയ ഒരു ആർച്ചൊക്കെ ഉണ്ട് കണ്ടോ. പിന്നെ ഇത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മുൻപിലുള്ള ഒരു ഭദ്രകാളി ശിലയാണ്. എല്ലാവരും വന്ന് തൊഴുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ബൈ ബൈ.